നമസ്കാരം. ഓം നമഃ ശിവായ. എല്ലാവർക്കും ഒരു പുതുവത്സരം ആശംസിക്കുന്നു. 2026 ഇത് ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനീ പറയുന്നതൊന്നും എൻ്റെ കണ്ടെത്തലുകളല്ല. ഇതെല്ലാം ഭാരതത്തിൻ്റെ വേദതലമാണ്. നമ്മളുടെ ധാരണകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അത്രയും വലിയ ബ്രഹ്മാണ്ഡ തലമായിരിക്കുന്നു ഭാരതത്തിൻ്റെ ആ വേദതലത്തെക്കുറിച്ച്. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അന്ധവിശ്വാസത്തിൻ്റെ ലോകത്താണ് നമ്മളിന്ന് നിൽക്കുന്നത്. ഇന്ന് വേദാർത്ഥങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിഗ്രഹങ്ങളെ വിഗ്രഹിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആചാരങ്ങളും അനാചാരങ്ങളെയും തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നന്മയും തിന്മയും തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അറിവല്ല ഇന്ന് നമ്മളെ നയിക്കുന്നത്, അഭിപ്രായങ്ങളാണ്. അറിവിലേക്കുള്ള യാത്രയാണ് പ്രണവവേദത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഗുരുക്കന്മാർ പറയുന്നത്, നിങ്ങളുടെ ആചാര്യന്മാർ പറയുന്നത് കേൾക്കുക. ഒപ്പം എന്ത് ചെയ്യണം? അതൊരു സൈഡിലേക്ക് വെച്ചിട്ട് ഇതും കൂടി ഒന്ന് കേൾക്കുക. ഇത് എൻ്റേതല്ല, ഇത് ഭാരതത്തിൻ്റെ ജ്ഞാനതലമാണ്, വേദതലമാണ്. നമുക്ക് ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ കടന്നു ചെല്ലാനോ പോലും പറ്റാത്ത അത്രയും വലിയ ബ്രഹ്മാണ്ഡ തലമാണ് ഭാരതത്തിൻ്റെ വേദതലം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കോശത്തെക്കുറിച്ചാണ്, പഞ്ചകോശങ്ങളെക്കുറിച്ചിട്ടാണ്. 5 മെറ്റീരിയൽ കൊണ്ടാണ് ഈ ലോകവും നമ്മുടെ ശരീരവുമെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പുതിയ കാലഘട്ടത്തിൽ ആചാര്യന്മാർ പറഞ്ഞു നടക്കുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് ഒരേ സമയത്ത് 5 ശരീരമുണ്ട് എന്ന്. അതിലൊരു ശരീരം മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ കാണുന്ന ശരീരത്തിനപ്പുറത്ത് സ്റ്റെപ്പിനിയായിട്ട് 4 ശരീരവും കൂടിയുണ്ട്. അങ്ങനെ 5 ശരീരങ്ങൾ ചേർന്നതാണ് നമ്മൾ ഈ കാണുന്നതല്ല. അതിനപ്പുറത്ത് നമ്മൾ മറ്റെന്തോ ഉണ്ട് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എന്താണ് ഈ പറയുന്ന, ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ വാചക കസർത്തിൻ്റെ പിന്നിൽ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? 2026 ആദ്യത്തെ വീഡിയോ, പഞ്ചപ്രാണൻ നിയന്ത്രിക്കുന്ന പഞ്ചകോശങ്ങളെക്കുറിച്ച്. എന്താണ് പഞ്ചകോശങ്ങൾ എന്നറിയണം. ആ പഞ്ചകോശങ്ങളെ നിയന്ത്രിക്കുന്നത് പഞ്ചപ്രാണനാണ്. പഞ്ചപ്രാണൻ അടക്കി ഭരിക്കുന്ന, പഞ്ചപ്രാണൻ വ്യാപാരം നടത്തുന്ന ആ പഞ്ചകോശങ്ങളിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. അപ്പോഴാണ് നമുക്ക് ഈ അന്ധവിശ്വാസത്തിൽ നിന്നും മുക്തി കിട്ടുക. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. ഇത് യഥാക്രമം മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന ഈ 5 ഭൂതങ്ങളോട് ചേർന്ന് ഇന്ദ്രഗുണത്തോട് കൂടിയിട്ടുള്ള നമ്മളുടെ ശരീരത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന ഈ പഞ്ചപ്രാണനുകളാണ് പഞ്ചകോശങ്ങളെ സജീവമാക്കുന്നത്. ഈ പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ എന്നൊക്കെ പറയുന്ന ഈ ഇന്ദ്രഗുണമുള്ള വായുവാകുന്നു. നമ്മൾ എവിടെയാണ് ജീവനായി നിറഞ്ഞു നിൽക്കുന്നത്? ജീവപ്രപഞ്ചം ജൈവഗണമായിരിക്കുന്ന വായുവിൻ്റെ സുരക്ഷിതമായിട്ടുള്ള കൂട്ടിലാണ് നമ്മളുടെ ജീവിതം. ആ പഞ്ചപ്രാണനുകളാണ് പഞ്ചകോശങ്ങളെ നമുക്ക് സമ്മാനിക്കുന്നത്. എന്താണ് നമ്മളുടെ 5 ബോഡി, 5 ശരീരം? എന്താണ് നമ്മളുടെ പഞ്ചകോശങ്ങൾ? മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന 5 മെറ്റീരിയലും ചേർന്നതാണ് നമ്മൾ. അപ്പോൾ അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ എന്ന് പറയുന്ന 5 കോശങ്ങളാണ് നമുക്കുള്ളത്. ഇതിനകത്ത് ആദ്യത്തേത് അന്നമയം. അന്നമയമാണ് നമ്മുടെ സ്ഥൂല ശരീരം. അന്നമയവും പ്രാണമയവും ചേരുമ്പോഴാണ് പ്രോട്ടോൺ ആകുന്നത്, അതായത് പ്രത്യക്ഷ കണമാകുന്നത്. മണ്ണ് പ്ലസ് ജലം സമം പ്രോട്ടോൺ. അന്നമയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അന്നമാണ് അതിന് കാരണമെന്ന്, അല്ലേ? വ്യഞ്ജനങ്ങളാണ് നമ്മളെ പ്രത്യക്ഷമാക്കുന്നത്. നമ്മൾ കാണുന്നതിന് കാരണം, സ്ഥൂലമായിരിക്കുന്ന ശരീരത്തിന് കാരണം എന്താണ്? പ്രോട്ടോണാണ്, അല്ലേ? ശൈവകണം എന്ന് പറയും വേദത്തിൽ. ശിവത്വത്തിന് കാരണമായിരിക്കുന്ന കണം ശൈവകണം, ശരീരത്തിന് കാരണമായിരിക്കുന്ന ശിവത്വമുള്ള കണം, പ്രത്യക്ഷ കണം, സ്ഥൂലകണം എന്ന് പറയും. അതാണ് പ്രോട്ടോൺ. കോശം എന്ന് പറഞ്ഞാൽ ഒരു ഭണ്ഡാരമാണ്, ഒരു സഞ്ചിയാണ്, ഒരു ഉറയാണ്, ഒരു പൂമൊട്ട് പോലെയാണ്. അങ്ങനെയായിരിക്കുന്ന ആ കോശത്തെ പ്രത്യക്ഷമാക്കുന്നത് ആരാണ്? അത് അന്നമയമാണ്. അന്നമയം മണ്ണിനാലാകുന്നു, വ്യഞ്ജനത്താലാകുന്നു, പ്രോട്ടോണിൻ്റെ ഒരു കണമാകുന്നു അന്നമയം. നമ്മളുടെ അന്നം കൊണ്ടാണ് നമ്മളുടെ അന്നമയമായിട്ടുള്ള ഈ ശരീരത്തെ നിർമ്മിക്കുന്നത്. പ്രത്യക്ഷമായിരിക്കുന്ന സ്ഥൂല ശരീരത്തെ നിർമ്മിക്കുന്നത് അന്നം കൊണ്ടാണ്. അന്നമയ എന്ന് പറഞ്ഞാൽ മണ്ണിനാൽ ശരീരത്തെ നിർമ്മിക്കുന്നു.
നവധാന്യങ്ങളിലൂടെ നമ്മൾ ശരീരത്തെ നവമാക്കിക്കൊണ്ടിരിക്കണം. നവധാന്യങ്ങളിലൂടെ, നല്ല ഫ്രൂട്ട്സിലൂടെ, നല്ല നട്ട്സിലൂടെ എല്ലാം നമ്മളുടെ ശരീരത്തെ നമ്മൾ ശിവത്വമുള്ളതാക്കിക്കൊണ്ടിരിക്കണം. പൂമൊട്ട് പോലെ നമ്മളുടെ സെല്ലുകളെ, നമ്മളുടെ കോശങ്ങളെ നിർമ്മിച്ചു കൊണ്ടിരിക്കണം. ശവത്തിൽ നിന്നാണോ നമ്മൾ ഈ ശരീരത്തെ നിർമ്മിക്കേണ്ടത്? അല്ല. ചീഞ്ഞഴുകുന്ന ഉണക്കമീനിൽ നിന്നാണോ, ശവങ്ങളിൽ നിന്നിട്ടാണോ നമ്മളുടെ ശരീരത്തെ, ഈ സെല്ലുകളെ നിർമ്മിക്കേണ്ടത്? പൂമൊട്ട് പോലെ ആരോഗ്യമുള്ള സെല്ലുകളെ നിർമ്മിക്കണമെങ്കിൽ നല്ല നട്ട്സിൽ നിന്നും, നല്ല ഫ്രൂട്ട്സിൽ നിന്നും, നല്ല ദ്രവ്യങ്ങളിൽ നിന്നും, നല്ല ധാന്യങ്ങളിൽ നിന്നും നമ്മളുടെ ശരീരത്തെ നമ്മൾ നിർമ്മിക്കണം. എങ്കിൽ മാത്രമേ അതിന് സുരക്ഷയുണ്ടാവുള്ളൂ, നമുക്ക് രക്ഷയുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയായിരിക്കുന്ന ആ അന്നമയ കോശം നല്ല അന്നത്തിൽ നിന്നും ആകട്ടെ. പിന്നെ എന്താണ്? പ്രാണമയ. ഈ കോശത്തെ നിർമ്മിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഘടകം പ്രാണമയമാണ്. പ്രാണൻ എന്താണ്? ജലമാണ് ജീവനായി മാറുന്നത്. പ്രോട്ടോണിലെ 2 കണങ്ങൾ ചേർന്നാണ് പ്രോട്ടോൺ. മണ്ണ് പ്ലസ് ജലം സമം പ്രോട്ടോൺ. അതിനകത്ത് ജലമാണ് പ്രാണമയമാകുന്നത്. ആരോട് ചേരുമ്പോൾ? ശിവനോട് ചേരുമ്പോൾ പാർവതിയാണ് മഹാദേവനായിട്ട് മാറുന്നത്, മഹാദേഹമായിട്ട് മാറുന്നത്. നമ്മളുടെ ശരീരത്തിലെ മണ്ണ് പ്ലസ് ജലം സമം മഹാദേവൻ എന്ന് പറയും. മഹാദേഹത്തിന് കാരണം മഹാദേവനാകുന്നു. ഈ മണ്ണും ജലവും ചേർന്ന ഈ ഭൂമിയാകുന്നു. ഈ ഭൂമിയിൽ നിന്നും ജനിക്കുന്ന പരമാത്മ ചൈതന്യമായിരിക്കുന്ന നമ്മൾ ശൈവ ഗുണത്താൽ ശരീരമുള്ളവരായി ജീവിച്ചിരിക്കുന്നതിന് കാരണം ഈ മണ്ണും ജലവും, ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന കണമാകുന്നു. പ്രോട്ടോണിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അതിൽ നെഗറ്റീവ് കണമായിരിക്കുന്ന ആ പ്രാണൻ പാർവതിയാകുന്നു. ആ പാർവതി ജലമാകുന്നു. ആ ജലത്തിൻ്റെ മായ മാത്രമാകുന്നു നമ്മളുടെ ജീവൻ. എന്താണ്? ജലമാണ്. ശബ്ദത്തെ ജനിപ്പിക്കുന്ന നമ്മുടെ ജീവന് കാരണം എന്താണ്? ആ ജലമാണ്. ജലത്തിൻ്റെ മായ മാത്രമാണ് നമ്മൾ. ശൈവശക്തിയാൽ ജലം സ്ഥൂല ശരീരത്തിന് കാരണമാകുന്നു, പ്രത്യക്ഷത്തിന് കാരണമാകുന്നു. പ്രത്യക്ഷമാകുന്നത് എങ്ങനെയാണ്? അഗ്നിയിൽ നിന്നും പ്രത്യക്ഷമാകുന്നതാണ് ജലം. ആ ജലമാണ് മണ്ണിനെ സൃഷ്ടിക്കുന്നത്. ആ മണ്ണിലാണ് ജലം കൂടുകൂട്ടുന്നത്. നമ്മളുടെ ഹൃദയത്തിൽ, ഇടത് നെഞ്ചിൽ കൂടുകൂട്ടിയിരിക്കുന്നത് മണ്ണിനാൽ, രുദ്രനാൽ, രുദ്രവർണ്ണമുള്ള ജലമാണ്. അത് പാർവതിയാണ്. നമ്മളെ പർവ്വതീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ പാർവതിയാണ് ജീവൻ. അതാണ് പ്രാണജലം. കോശത്തെ പ്രത്യക്ഷമാക്കുന്ന, സ്ഥൂലകണമാക്കുന്ന, ശരീരകണമാക്കുന്ന രണ്ടാമത്തെ കണമാണ് പ്രാണൻ. അപ്പോൾ അതാണ് അന്നമയ പ്രാണമയ. ഇപ്പോൾ മണ്ണും ജലവും ചേർന്ന് നമ്മൾ സ്ഥൂല ശരീരമായി, പ്രത്യക്ഷ ശരീരമായി കാണുന്നതിന് കാരണമായിരിക്കുന്ന, അഗ്നിയെ മറച്ച് ഇരുളിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന, പ്രകാശത്തെ മറച്ച് ഇരുളിനെ സൃഷ്ടിക്കാൻ കഴിവുള്ള ആ സ്ഥൂല ശരീരത്തിന് കാരണമായിരിക്കുന്നത് അന്നമയ പ്രാണമയ കോശങ്ങളാകുന്നു. നമ്മളുടെ പ്രത്യക്ഷ ശരീരത്തിന് കാരണമായിരിക്കുന്നത് അന്നമയ പ്രാണമയ കോശങ്ങളാകുന്നു. അത് പ്രോട്ടോൺ ആകുന്നു. ഇനി എന്താണ്? മനോമയ. മൂന്നാമത്തെ പഞ്ചകോശങ്ങളിൽ മൂന്നാമത്തത് മനോമയമാണ്. മനോമയ കോശം എന്താണ്? വായു വഹിക്കുന്ന പ്രാണവായുവാകുന്നു മനോമയ കോശത്തെ നിർമ്മിക്കുന്നത്. നമ്മളുടെ ശരീരത്തിലെ പ്രാണവായുവിനാണ് പ്രാധാന്യം. പഞ്ചപ്രാണനുകൾ പഞ്ചകോശങ്ങളിലേക്ക് ചെന്ന് നടത്തുന്ന വ്യാപാരമാണ് ജീവൻ. അവിടെയാണ് കോശങ്ങൾ ഉണ്ടാകുന്നത്. കോശങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ പൂമൊട്ട് പോലെയാണ്. ആ പൂമൊട്ടുകളിൽ നിറയ്ക്കുന്ന പ്രാണൻ്റെ തേൻ, അതാരാണ് നിറയ്ക്കുന്നത്? അത് പ്രാണവായുവാണ്. ആ പ്രാണവായുവാണ് എന്തിനു കാരണം? മനോമയ കോശത്തിന് കാരണം. നമ്മളുടെ മനസ്സെവിടെയാണ് ഇരിക്കുന്നത്? ഹൃദയത്തിൻ്റെ കൂട്ടിലാണ് മനസ്സിരിക്കുന്നത്. കാണുവാൻ പറ്റുമോ? ആത്മാവിരിക്കുന്നത് എവിടെയാണ്? ശിരസിലാണ്. ശിരോ ബ്രഹ്മ ഹൃദ്യോ വിഷ്ണു ദിപാദേ ശിവം എന്ന് പറയുന്ന നമ്മളുടെ ശരീരത്തിലെ ആത്മാവിരിക്കുന്നത് എവിടെയാണ്? അത് ബ്രഹ്മകപാലത്തിനകത്താണ്. ബ്രെയിനിലാണെങ്കിൽ നമ്മളുടെ മനസ്സിരിക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ഇലക്ട്രോണിനെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം ആത്മാവിനെ കാണാൻ പറ്റുമോ? ഇല്ല. കാരണകണമാണ്. ആത്മശക്തിക്ക് കാരണമായിരിക്കുന്ന കാരണകണം അദൃശ്യമാണ്, നമുക്ക് കാണാൻ പറ്റില്ല. അദൃശ്യത്തോട് സദൃശ്യമാണ് വായു. വായുവിനെ കാണാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും അല്ലേ? അദൃശ്യത്തോട് സദൃശ്യമായിരിക്കുന്ന വായു ഹൃദയത്തെ സ്പന്ദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹൃദയ സ്പന്ദനമാണ്, ഹൃദയത്തിൻ്റെ ഋതമാണ്, ആ താളമാണ് നമ്മളുടെ ജീവൻ്റെ താളം. ഈ പ്രപഞ്ചത്തിൻ്റെ ഋതമാണ് നമ്മളുടെ ഹൃദയത്തിൻ്റെ ഋതം, ആ താളം. ആ ഹൃദയ താളവും പ്രപഞ്ച താളവും ഒന്നാക്കി മാറ്റുന്ന വേദശാസ്ത്രമാണ് ഭാരതത്തിൻ്റെ വേദം. അപ്പോൾ പ്രാണവായു കോശം എന്ന് പറയുന്നത് ഇന്ദ്രഗുണമുള്ള പ്രാണവായുവിനാലാകുന്നു.